ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ LGS മാത്സിൻ്റെ PYQ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തേത് 3ാമത്തെ ക്ലാസ് ആണ്. 165/2024 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൈതഗോറസ് തൃകങ്ങൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൈതഗോറസ് തൃകങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പേര് കേട്ട് പേടിക്കാൻ നിൽക്കേണ്ട. പൈതഗോറസ് തൃകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ടതാണ്. ഈ തന്നിരിക്കുന്നത് ഒരു മട്ടത്രികോണമാണെങ്കിൽ നമുക്കറിയാം ഇതിനെ എന്താണ് പറയുന്നത്? കർണം. ഓക്കെ, ഇതിനെ എന്താണ് പറയുന്നത്? പാദമാണ്. ഈ തന്നിരിക്കുന്നതാണ് ലംബം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായി കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് അഥവാ പൈതഗോറസ് തൃകങ്ങൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കിക്കേ, ഈ 3 നമ്പർ എടുക്കാം. 3, 4, 5. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പറിന്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. അതെന്ന് പറയുന്നത് 25 ആണ്. ഇനി ബാക്കി 2 നമ്പർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് 3ഉം ഇത് 4 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 16 25 എന്ന് കിട്ടി. കണ്ടോ? അതായത് നമുക്ക് ഇവിടെ കിട്ടി കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് കിട്ടി. അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം? ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്, അല്ലെങ്കിൽ പൈതഗോറസ് തൃകങ്ങളാണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 5, 12, 13 ഏറ്റവും വലുതിന്റെ സ്ക്വയർ ആദ്യം എഴുതുക. 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്? 13ന്റെ സ്ക്വയർ 169 വരും. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 144 ആണ് 12ന്റെ സ്ക്വയർ. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 169 ഈക്വൽ ആണ്. അപ്പൊ ഇതും എന്താണ്? ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണെന്ന് പറയാം. അടുത്ത നോക്കാം നമുക്ക്. 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. 7ന്റെ സ്ക്വയർ പ്ലസ് 24ന്റെ സ്ക്വയർ എത്രയും നോക്കുക. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 24ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 625 തന്നെ കിട്ടും. അപ്പൊ ഇത് ഇവിടെയും എന്താണ്? ഈ ഒരു തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതും പൈതഗോറസ് തൃകങ്ങളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഇതെന്നാണ്. നമുക്ക് ഇവിടെ നോക്കാം, ഇതും കൂടി ചെക്ക് ചെയ്യാം. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. 7ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ നമുക്ക് ചെക്ക് ചെയ്യണം. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പ്ലസ് 3ന്റെ സ്ക്വയർ 9 ആണ്. 49ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ഈ പറയുന്ന 64 കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ തന്നിരിക്കുന്നത്? ഇതിവിടെ 58 അല്ലേ വരേണ്ടത്? ഇതാണ് അല്ലാത്തത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. 5 + 2 × 3 - 1/2 × 6. ഈ തന്നിരിക്കുന്നത് എന്തായിട്ട് വരും? ഈ തന്നിരിക്കുന്നത് നമുക്ക് എന്താണ്? ബോർഡ് മാസ് റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലേ? അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, അതേപോലെ ഡിവിഷൻ ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പാടില്ല. അതിനാണ് എന്ത് ചെയ്ത് തന്നിരിക്കുന്നത്? ഒരു റൂള് തന്നിരിക്കുന്നത്. ആദ്യം ബ്രാക്കറ്റ് ഓഫ്, ബ്രാക്കറ്റിനുള്ളിലുള്ള ചെയ്യുക, ഡിവിഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക. ഇവിടുത്തെ ഈ ഓ എന്ന് പറയുന്ന ഒരു ഓർഡർ ഓഫ് എന്ന് പറയുന്ന മീനിങ്ങും കൂടി വരും. അതായത് ചിലതിന് സ്ക്വയർ ഒക്കെ വരും. അതുണ്ടെങ്കിൽ അത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഇല്ല, ഡിവിഷൻ ഇല്ല, പിന്നെ തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ എന്ത് വരും? 5 പ്ലസ് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഇതാണ് 2 × 3, ഇവിടെ 6 വരും. മൈനസ് 1/2 × 6 എന്ന് പറയുന്നത് ഇവിടെ കട്ടായി പോകും 3 തവണ, മൈനസ് 3 എന്ന് വരും. 6ഉം 5ഉം 11 ആണ്. 11ൽ നിന്ന് 3 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ലസാഗു കണ്ടുപിടിക്കുമ്പോൾ പോയിന്റുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമുക്ക് നോർമൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിനെ പോയിന്റ് മാറ്റാൻ നിൽക്കണം. നമുക്ക് ആ പോയിന്റ് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏതാണോ ഉള്ളത് അതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റുകളുടെ എണ്ണം നോക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണുള്ളത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ 2 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 0.5നെ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ,
100 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 0.25 നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.35 നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ആൻസർ എത്ര വരും? 50 എന്ന് വരും അല്ലേ? ഇവിടെ ശരിക്കും 500 വരും, ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ എന്താണ് 225 × 100 എന്ന് പറയുമ്പോൾ 2500 വരും. എഗെയിൻ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുമ്പോൾ 25 വരും. ഇവിടെ എത്രയാണ്? 35 വരും. ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലസാഗു കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 50, 25, 35. LCM കണ്ടുപിടിക്കാൻ ഇവിടെ എന്തുകൊണ്ട് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ 10 വരും, ഇവിടെ 5 വരും, ഇവിടെ എത്രയാണ്? 7 വരും. 7 5 35. അഗെയിൻ നമുക്കിവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 2 1 7 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 25, 25 × 2 എന്ന് പറയുന്നത് LCM എന്ന് പറയുന്നത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 5 × 5 × 2 × 1 × 7. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതായിരിക്കും അല്ലെ? അതായത് എവിടെയാണോ നമുക്ക് ചെയ്യാൻ പറ്റാൻ, ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് HCF എന്ന് പറയുന്ന കാര്യം. പിന്നെ നമുക്ക് എല്ലാത്തിനെയും ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നിർത്തണം. അങ്ങനെയാണ് HCF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വരും? 5 × 5 25, 25 × 2 50, 50 × 7 എന്ന് പറയുന്നത് 350 വരും. ഇതാണ്. ഇനി എന്തുകൊണ്ടാണോ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് അതിനെ എന്ത് ചെയ്യുക? 350നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വരും? 3.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അങ്ങനെ ഒരു ആൻസർ ഇതിൻ്റെ അകത്തില്ല. സോ ഈ ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? 5/3. 5/3നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. 1 പോയിന്റ് സംതിങ് എന്ന് വരും ആൻസർ. അങ്ങോട്ടേക്കുള്ളതിന് വേണ്ട. ഇവിടെ 13/11. 13നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് 1 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. ഇവിടെയും നമുക്ക് എന്താണ്? 1 പോയിന്റ് എന്തോ വരും. ഇവിടെ നോക്കിക്കേ, 113നെ 111 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുന്നത് 1 പോയിന്റ് എന്തോ ആണ് ആൻസർ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇനി എന്താണ്? 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇവിടെ എത്ര തവണ? 3 തവണ വരും. 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. ഇവിടെ എത്ര വരും? 2 വരും. ഇവിടെ നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എത്ര വരും? 4 വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 3.4 എന്നുള്ളതാണ്. നോക്കിക്കേ, ബാക്കി എല്ലാം 1 പോയിന്റ് ആണ്, ഇത് മാത്രമാണ് 3 പോയിന്റ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1.1 × 1.11ന്റെ വില കണ്ടുപിടിക്കുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പോയിന്റ് ഒക്കെ മാറ്റി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 1 1 വരും. അഗെയിൻ 1 1 1 വരും. 1 2 2 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 11 × 111 എന്ന് പറയുന്നത് 1221 ആണ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? 1.1 × 1.11 ആണ്. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് വേണം? 3 ഡിജിറ്റ് ആണ് നമുക്ക് ആൻസറിൽ വേണ്ടത്. അതായത് ഇപ്പോൾ ആൻസർ എത്ര വരും? 1 2 2 1 എഴുതുക. ഇവിടെ നിന്ന് നമുക്ക് 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. സോ ആൻസർ 1.221 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 85 ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. √(x/221) = 2 ആയാൽ എക്സിന്റെ വില എന്ത്? ഇവിടെ നമ്മൾ നോർമലി നമ്മളിപ്പോൾ എഴുതുവാണ് 10 + 2 = 12 എന്ന് എഴുതി. നമുക്കറിയാം ഈ +2 ഇപ്പുറം വന്നാൽ നമുക്കറിയാം എന്തായിട്ട് വരും നമ്മളത്. +2 ഇപ്പുറം വന്നാൽ 12, പ്ലസ് ഇപ്പുറം വരുമ്പോൾ -2 ആകും. അതേപോലെ ഇൻറ്റു ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഡിവിഷൻ ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആകും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും. ഒക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. √(x/221) = 2 എന്ന് തന്നതിൽ ഈ റൂട്ടിനെ നമുക്ക് മാറ്റാൻ, റൂട്ടിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ റൂട്ട് എന്തായിട്ട് മാറും? റൂട്ട് ചേഞ്ച് ടു സ്ക്വയർ ആയിട്ട് മാറും. റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ട് മാറും. അതായത് ഇവിടെ 2ന്റെ സ്ക്വയർ എന്ന് വരും. ഇനി എന്താണ് ആൻസർ വരേണ്ടത്? എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × ഇവിടെ ഡിവിഷനായ 221 ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി 221 ആകും. ആൻസർ എത്ര വരും? 8 8 4 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം.
10 സംഖ്യകളുടെ ശരാശരി 23 ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ നമുക്ക് ശരാശരി പറഞ്ഞിട്ടുണ്ട് 23 പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംഖ്യയോടും, അതായത് 10 സംഖ്യയോടും നമ്മൾ എന്ത് കൂട്ടുന്നുണ്ട്? 4 കൂട്ടിക്കഴിഞ്ഞാൽ ഈ ശരാശരിയോടും നമുക്ക് എന്ത് കൂട്ടിയാൽ മതി? 4 കൂട്ടിയാൽ മതി. സോ 27 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അതായത് നോക്കിക്കേ, ഇവിടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം 23 × 10 അതായത് എത്ര വരും? 230 തുക എന്ന് പറയുന്നത്. ഓരോ സംഖ്യയോടും 4 കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10 സംഖ്യയോടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 4 കൂട്ടുന്നുണ്ട്. അപ്പൊ 40 കൂടി ഇവിടെ കൂടുതൽ വരും. അതായത് 230 + 40 270 വരും. അതിന്റെ ശരാശരി എന്ന് പറയുന്നത് 27 ഉണ്ടോ? 27. ഇത്ര ഓർത്താൽ മതി. എല്ലാ സംഖ്യകളോടും ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ശരാശരിയോടും നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ നമ്പർ ആഡ് ചെയ്താൽ മതി. സോ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്ര? അപ്പൊ സ്കൂട്ടറിന്റെ വിറ്റ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. 9200 രൂപയ്ക്ക് അത് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി. അതായത് 115% ഈ തന്നിരിക്കുന്ന 9200 എന്ന് പറയുന്നത്. വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. നഷ്ടമായിരുന്നത് നമ്മൾ എന്ത് ചെയ്തേനെ? 15% നഷ്ടം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 100ൽ നിന്ന് 15 കുറച്ച് 85 എന്ന് എഴുതിയേനെ. അപ്പൊ അതായത് 85% ഈ പറയുന്ന 9200 എന്ന് എഴുതിയേനെ. ഇവിടെ നമുക്ക് ലാഭമായതുകൊണ്ട് 115 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ വാങ്ങിയ വില, അതായത് 100%. അത് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമുക്കിവിടെ കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20 വരും. 115 എത്ര തവണയാണ്? 23 തവണ വരും. 23 × എത്രയാണ്? 4 92 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 400 × 200 എന്ന് വരും. അതായത് 8000 രൂപയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്കൂട്ടറിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 8000 rupees ആണ്. അതായത് 8000 രൂപയ്ക്ക് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു? 9200 രൂപയ്ക്ക് അത് വിറ്റു. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും സഞ്ചരിച്ചാൽ യാത്രയുടെ ശരാശരി വേഗത എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ആവറേജ്, ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി വേഗത, തുല്യ ദൂരം വ്യത്യസ്ത വേഗത, ആ ഒരു കണ്ടീഷനാണ് ഇവിടെ. ദൂരം തുല്യമാണല്ലോ. എയിൽ നിന്ന് ബിയിലേക്ക് പോയാലും ബിയിൽ നിന്ന് എയിലേക്ക് പോയാലും അവിടെ ദൂരം എന്ന് പറയുന്നത് തുല്യമാണ്. സോ ശരാശരി വേഗത എന്ന് പറയുന്നത് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 2ab ഡിവൈഡഡ് ബൈ a + b. ഓക്കെ, എ എന്ന് പറയുന്നത് ഈ വേഗതയും ബി എന്ന് പറയുന്നത് ഈ വേഗതയുമാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2ab ഡിവൈഡ് ബൈ a + b എന്ന് പറയുമ്പോൾ 2 × 60 × 40 ഡിവൈഡഡ് ബൈ 60 + 40 എന്ന് വരും. ഓക്കെ, 2 × 60 × 40 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. 0 0 കട്ടാകും, ഇവിടെയും കട്ടാകും. ഇവിടെ എത്ര വരും? 6 4 24. 24 × 2 എന്ന് പറയുന്നത് 48 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 2 11 32. നെക്സ്റ്റ് നമ്പർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 2നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? 1ന്റെ ക്യൂബ് + 1 ഈ പറയുന്ന 2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, 2ന്റെ ക്യൂബിനോട് എത്ര കൂട്ടി? നമ്മൾ 3 കൂട്ടും അല്ലെ. 2ന്റെ ക്യൂബ് 8 അതിനോട് 3 കൂട്ടുമ്പോഴാണ് നമുക്ക് 11 കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, 3ന്റെ ക്യൂബിനോട് 3ന്റെ ക്യൂബ് 27 ആണല്ലോ. അതിനോട് നമ്മൾ 5 കൂട്ടുമ്പോഴാണ് നമുക്ക് 32 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 1 3 5. 1 2 3 ക്യൂബിന്റെ എണ്ണം സെയിം ആണ്. അപ്പൊ ഇവിടെ അടുത്ത് എത്രയാണ് കൂട്ടേണ്ടത്? 4ന്റെ ക്യൂബിനോട് എന്ത് കൂട്ടണം? ഏതാണ് കൂട്ടേണ്ടത്? ഇവിടെ 1 3 5 ആണെങ്കിൽ ഇവിടെ ഒറ്റ സംഖ്യകളാണ് അല്ലേ. അപ്പൊ അടുത്ത ഏതാണ്? 7 ആഡ് ചെയ്യണം. 4ന്റെ ക്യൂബിനോട് 7 ആഡ് ചെയ്യണം. 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 അതിനോട് 7 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 71 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഒറ്റയാൻ ആര്? തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ ആരെന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഒറ്റയാൻ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം പല ആൾക്കാരും പല ലോജിക്ക് വെച്ചിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. ശരിക്കും ആൻസർ വരേണ്ടത് 47 കാര്യം 47 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അതൊരു പ്രൈം നമ്പർ ആണ്. ബാക്കി എല്ലാം എന്തല്ല? പ്രൈം അല്ല. ഓക്കെ, അതിന് ലോജിക്ക് പലതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്? ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുന്നത്.
എപ്പോഴും ഈ ഒറ്റയാൻ ആര് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നിങ്ങൾ ഒത്തിരി നേരം ആ ക്വസ്റ്റ്യനിൽ തലപൊഞ്ഞ് ആലോചിക്കേണ്ട. അത് മിക്കപ്പോഴും, അതായത് PSC ഒരു 10 എക്സാം നടത്തിയിട്ട് ഒരു 10ലും ഈ ഒറ്റയാൻ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 8ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. കാര്യം ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ലോജിക്ക് ആയിരിക്കണമെന്നില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച ഒരാൾക്ക് അയാളുടെ ലോജിക്ക് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ അതിനെ ചലഞ്ച് ചെയ്യും. സോ സ്വാഭാവികമായിട്ടും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. 1,00,000 എത്ര 100 നമ്മൾ ഞാൻ ചോദിക്കുവാണ് 10ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 എന്ന് കിട്ടും. അതേപോലെ തന്നെ 1,00,000 എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 1,00,000 ആദ്യം എഴുതണം. 1,00,000 എഴുതുക, ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ചെയ്യുക. 0 0 കട്ടായി പോകും. എത്രയാണ്? 1000. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പുവിന്റെ പ്രായം, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. അപ്പുവുമുണ്ട്, അപ്പുവിന്റെ അമ്മയുമുണ്ട്, അല്ലെ? അപ്പുവിന്റെ പ്രായം എന്ന് പറയുന്നത് എന്താണ്? അപ്പുവിന്റെ അമ്മയുടെ പ്രായം, അതായത് അപ്പുവിന്റെ പ്രായം വെച്ചിട്ടാണ് അമ്മയുടെ പ്രായത്തെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപ്പുവിന്റെ പ്രായം X ആക്കി എടുത്താൽ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9X ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് ഇവരുടെ കറന്റ്, അതായത് ഇപ്പോൾ ഉള്ള വയസ്സെന്ന് പറയുന്നത്. ആഫ്റ്റർ 9 ഇയർ, അല്ലെ? 9 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സ് എന്തായിരിക്കും? എനിക്ക് ഇപ്പൊ 10 വയസ്സാണെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ എന്റെ 19 ആയിരിക്കുമല്ലോ. അതായത് X+9 ആണ്. ഇപ്പൊ അമ്മയുടെ വയസ്സ് 9X ആണ്. അമ്മയുടെ വയസ്സ് എന്തും ആയിക്കോട്ടെ, 9 വർഷം കഴിയുമ്പോൾ അതിനോട് 9 കൂട്ടണമല്ലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ്, ഇതാണ് 9 വർഷം കഴിഞ്ഞ അമ്മയുടെ വയസ്സ്. ഇതെന്ന് പറയുന്നത് അപ്പുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാകും. അപ്പുവിന്റെ വയസ്സ് ഏതാണ്? X+9. ഇതിന്റെ 3 മടങ്ങാകുമെന്ന്. ഓക്കെ ആണല്ലോ? അപ്പൊ 9X + 9 = ഇവിടെ എന്ത് വരും? 3X + 27 എന്ന് വരും. ഇവിടെ എന്ത് വരും? 9X - 3X എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരേണ്ടത്? 27 - 9 എന്ന് വരും. 6X എന്ന് പറയുന്നത് 18 ആണ്. X എന്ന് പറയുന്നത് 18 / 6 എന്ന് വരും. അതായത് 3 ആണ് Xന്റെ വാല്യൂ. അപ്പൊ എന്താണ് നമുക്ക് കിട്ടി? അപ്പുവിന്റെ പ്രായമാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പുവിന്റെ പ്രായമാണ്. അപ്പൊ അപ്പുവിന്റെ പ്രായം 3 ആണ്. നോക്കിക്കേ, അപ്പുവിന്റെ പ്രായം 3 ആണെങ്കിൽ അമ്മയുടെ പ്രായം എന്തായിരിക്കണം? 9 × 3 = 27 ആയിരിക്കണം. അടുത്ത് നോക്കിക്കേ, അപ്പുവിന്റെ പ്രായം 9 വർഷം കഴിയുമ്പോൾ എത്രയായിട്ട് മാറും? 9 ഉം 3 ഉം 12 ആയിട്ട് മാറും. അമ്മയുടെ വയസ്സ് 36 ആയിട്ട് മാറും. 27നോട് 9 കൂട്ടുമ്പോൾ 36 കിട്ടി. ശരിയാണല്ലോ? 12ന്റെ 3 മടങ്ങാണ് 36. ഓക്കെ, ഇതിന്റെ 3 മടങ്ങാണ് 27. അപ്പൊ ലോജിക് വൈസും അതെന്താണ്? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. രാമൻ ഒരു ക്യൂവിൽ നിന്ന് 9ാമതും ലെഫ്റ്റും റൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. 9 + 15 - 1, 9ഉം 15ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 24 എന്ന് കിട്ടും. 24 - 1 23 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2024 എന്ന് പറയുന്ന വർഷത്തെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. I4 20. ഓക്കെ, ഇവിടെ എന്ത് വരും? 2 ഇറക്കി എഴുതുമ്പോൾ ഇവിടെ പറ്റില്ല. സോ 0 എഴുതുക. ഇവിടെ എന്താണ്? ഇവിടെ 4 ഇറക്കി എഴുതുക. ഓക്കെ, അപ്പൊ 24 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 6 4 24. ശിഷ്ടം ഇവിടെ 0 വന്നു. ഇനി നിങ്ങൾ പഠിക്കേണ്ട 3 സാധനങ്ങളാണ് എന്ത്? 0 ശിഷ്ടം വരുന്നതെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വർഷത്തോട് 28 കൂട്ടണം. 1 ശിഷ്ടം വന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടണം. 2 3 ശിഷ്ടം വന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 11 കൂട്ടണം. 4 എന്ന് പറയുന്ന ശിഷ്ടം വരില്ലല്ലോ, കാര്യം 4 എന്ന് പറയുന്ന നമ്പർ തന്നിരിക്കുന്നത്. സോ അവിടെ ശിഷ്ടമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആണ്. അപ്പൊ 28 6 11 ഈ 3 നമ്പർ കൂടി പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇവിടെ 0 ആണ്. സോ 2024 എന്ന് പറയുന്ന വർഷത്തിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 28 ആഡ് ചെയ്യണം. 8 4 12 5 വരും. 2052. 2052 വർഷത്തിൽ എന്താണ്? ഈ 2024 കലണ്ടർ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. തുക കാണുക. 3 + 6 + 9 + etc. + 90. നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഇവിടെ 3 എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് 3നെ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 വരും. 1 പ്ലസ് ഇവിടെ എന്ത് വരും? 2. 2 × 3 എന്ന് പറയുന്ന 6 ആണ്. +3 3 × 3 എന്ന് പറയുന്ന 9 ആണ്. അങ്ങനെ പോയിട്ട് പ്ലസ് എത്ര വരെയും വരും? 90 എന്ന് പറയുമ്പോൾ ഇവിടെ 30 വന്നു, അല്ലെ? 30 × 3 ആണ് 90 എന്ന് പറയുന്നത്.
ഇനി നോക്കിക്കേ, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണല്ലോ. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n×n+1/2 എന്ന ഫോർമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക്? 3 × n എന്ന് പറയുന്നത് 30 ആണ്. 30 × 31/15 എന്ന് വരും. സോറി, 2 എന്ന് വരും. ഇവിടെ കട്ടാവുമ്പോൾ ഇവിടെ 15 വരും. അപ്പൊ എന്ത് വരും? 3 × 31 × 15 എന്ന് പറയുന്നത് 465 വരും. 465 × 3 എന്ന് പറയുന്നത് 1395 വരും. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒന്നുകിൽ നമുക്കിതിന് ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കറിയാം സമാന്തര ശ്രേണി നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യ പദം എന്ന് പറയുന്നത് 3 ആക്കി എടുക്കുക. പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. n എന്ന് പറയുന്നത് നോക്കിക്കേ, 3, 6, 9 എന്ന് പറയുന്ന സംഖ്യകളിൽ 30ാമത്തെ ടേം ആയിരിക്കും 90 എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ 3ന്റെ പട്ടിക എഴുതി കഴിഞ്ഞാൽ 10 × 3 ആണ് നമുക്ക് 30 കിട്ടുന്നത് അല്ലെ. 20 × 3 ആണ് നമുക്ക് 60 കിട്ടുന്നത്. 30 × 3 ആണ് നമുക്ക് 90 കിട്ടുന്നത്. സോ ഈ തന്നിരിക്കുന്ന n എന്ന് പറയുന്നത് ഏതാണ്? 90 ആണ്. അല്ലെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. n എന്ന് പറയുന്നത് എന്താണ്? അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 എന്ന് പറയും. ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. 90 - 3 ഡിവൈഡ് ബൈ 3 + 1 എന്ന് വരും. 90 - 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 87 വരും. 87 ഡിവൈഡ് ബൈ 3 + 1 എന്ന് വരും. ഇവിടെ ആൻസർ എത്ര വരും? 29 + 1 30 എന്ന് കിട്ടും. അങ്ങനെയും 30 കിട്ടാം. അപ്പോൾ ഇവിടെ എന്താണ്? സമ്മ്, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. n/2 × എന്താണ്? ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയും. ആദ്യ പദം ഏതാണ്? n/2. n എന്ന് പറയുന്നത് 30 ആണ്. 30/2 × ആദ്യ പദമായ 3 പ്ലസ് അവസാന പദമായ 90 എന്ന് വരും. 15 × 93 എന്ന് വരും. 15 × 93 എന്ന് പറയുന്നത് 1395 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എ ബിയുടെ അച്ഛനാണ്. എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആണുങ്ങളെ എല്ലാവരെയും നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുക്കാം. ഇത് മെയിലാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ മെയിൽ ഫീമെയിൽ തന്നെ എഴുതി വെക്കാം. അപ്പൊ ഇത് അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എ എന്ന് പറയുന്നത് ആരാണ്? ബിയുടെ അച്ഛനാണ്. അപ്പൊ ഇത് മെയിലാണ്. ഓക്കെ, ഇനി എന്താ ഇത്? നമുക്ക് ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. സിയും ഡിയും സഹോദരങ്ങളാണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഈ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരനാണ്. ബിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണ്. ബിയും ഡിയും സഹോദരന്മാരാണ്. അപ്പൊ ഇവർ രണ്ടുപേരും മെയിൽ ആവണമല്ലോ, എന്നാലല്ലേ സഹോദരന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഡിയുമായിട്ടുള്ള കണക്ഷൻ നോക്കിക്കേ. സി ഡിയുടെ സഹോദരനാണ്. ഇവിടെ എന്താണ്? സി വന്നു. അപ്പൊ ഇതും മെയിലാണ്. ഇനി എന്താ പറയുന്നത്? ഇ എന്ന് പറയുന്നത് സിയുടെ അമ്മയാണ്. ഇത് ഇ എന്ന് പറയുന്നത് സിയുടെ അമ്മയാണ്. ഇത് ഫീമെയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എയുടെയും ഇയുടെയും 3 മക്കളാണ് ഈ പറയുന്ന ബി ഡി സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയും എയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഭാര്യ ആയിരിക്കുമല്ലോ അല്ലെ. ഇക്ക് എയുമായുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്ക് എയുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? തിരിച്ചല്ലേ പറയേണ്ടത്? ഭാര്യയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. ഇവിടെ ഭർത്താവ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ എന്താണ്? ഇക്ക് എയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എയുടെ ഭാര്യയാണ്. ആര്? ഇ എന്ന് പറയുന്നത്. ഒരു കോഡ് ഭാഷയിൽ FMPQZ എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. FMPQZ എന്നത് ഹോഴ്സ്. നോക്കിക്കേ, എഫ് കഴിഞ്ഞിട്ട് GH +2 ആണ് ചെയ്തിരിക്കുന്നത്. എം കഴിഞ്ഞിട്ട് NO +2 ചെയ്തു. പി കഴിഞ്ഞിട്ട് +2 ചെയ്തു. QR അല്ലെ. ഇവിടെ Q കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? +2 ചെയ്തപ്പോഴാണ് S കിട്ടിയത്. അടുത്ത എന്താണ്? സി കഴിഞ്ഞിട്ട് DE +2 ചെയ്യുമ്പോഴാണ് E കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ILGDC എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. I കഴിഞ്ഞിട്ട് +2 ചെയ്ത് കഴിഞ്ഞാൽ I കഴിഞ്ഞ് നോക്കിക്കേ, കെ എൽ അല്ലേ വരുന്നത്? IJK അല്ലേ വരേണ്ടത്? അപ്പോൾ ഇവിടെ കെ വരും. കെ ആദ്യം വരുന്ന ഒരൊറ്റ ഉള്ളൂ. സോ ആൻസർ ഏതാണ്? നൈഫാണ്. സി കഴിഞ്ഞു കഴിഞ്ഞാൽ +2 ചെയ്യുമ്പോൾ ഇവിടെ ഇ വരും. ഡി കഴിഞ്ഞാൽ +2 ചെയ്യുമ്പോൾ ഇവിടെ എഫ് വരും. ഇവിടെ ജി കഴിഞ്ഞ് +2 ചെയ്ത് കഴിഞ്ഞാൽ GHI ആണ്. എൽ കഴിഞ്ഞ് +2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N ആണ്. സോ നൈഫാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത നോക്കിക്കേ, ഡിവിഷൻ എന്നാൽ ഇൻഡു. ഡിവിഷൻ എന്നാൽ ഇൻഡു. അപ്പൊ ഡിവിഷന്റെ സ്ഥലത്ത് നമുക്ക് ഇൻഡു ഇട്ട് കൊടുക്കണം. മൈനസ് എന്നാൽ പ്ലസ് ആണ്. പ്ലസ് എന്നാൽ മൈനസ് ആണ്. ഇൻഡു എന്നാൽ ഡിവിഷൻ ആണ്.
ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. 4 × 3 + 2 - 6 ഡിവൈഡ് ബൈ 3ന്റെ വില എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം അല്ലെ. 4 × 3 നമുക്ക് എഴുതി വെക്കാം. 4 × 3 + 2 - 6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരും. 4 × 3 12 ആണ്. 12 + 2 - 2 എന്ന് വരും. ക്യാൻസൽ ആയി പോകും. ആൻസർ എത്ര വരും? 12 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഒറ്റ സംഖ്യ. അപ്പൊ എക്സിനെ നമുക്ക് 1 ആക്കി എടുക്കാം. ഇത് 3. എക്സ് ഡിവൈഡ് ബൈ വൈ 1/3 എന്ന് പറയുന്ന ഇരട്ട സംഖ്യ അല്ല. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1 × 3 എന്ന് പറയുന്ന 3 ആണ് അല്ലെ. എക്സ് പ്ലസ് വൈ 1 + 3 എന്ന് പറയുന്നത് 4 എന്ന് നമുക്ക് കിട്ടി. എക്സ് പവർ വൈ അതായത് 1/3 എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ നമുക്ക് ഓക്കെ ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നമ്പറും കൂടി ഇട്ട് നോക്കുക. എക്സും വൈയും അല്ലേ പറഞ്ഞിരിക്കുന്ന. എക്സിന് നമുക്ക് 5ഉം ഇവിടെ നമുക്ക് 7ഉം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു കണ്ടീഷന് ഓക്കെ ആണോ നോക്കിയാൽ മതി. നോക്കിക്കേ, 5 + 7 എന്ന് പറയുന്നത് എത്ര വരും? 12 വരും. ഇനി 3ഉം 5ഉം എടുത്തു, 5 + 3 എന്ന് പറയുന്നത് എത്ര വരും? 8 വരും. ഇനി 11ഉം 7ഉം എടുത്തു, 11ഉം 7ഉം 18 ആണ്. അതായത് ഏത് രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും 20 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്